ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഇപ്പം 2026 എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ ന്യൂ ഇയർ ദിവസം? എങ്ങനെ പോയി? അടിപൊളിയായിരുന്നു. കുറേ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അല്ലേ എല്ലായിടത്തും. അതുപോലെ ഫയർ വർക്ക് എല്ലാം കണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അതുപോലെ 2025 ഒരു പൊട്ട വർഷം, 2026 എനിക്ക് അങ്ങനെ ആവരുത് എന്നെല്ലാം ആലോചിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ആരും ആലോചിക്കണ്ട. കാരണം ഞാനൊരു കഥ പറയാം. 2023-24 ഞാൻ ഇതുപോലെ ആലോചിച്ച ഒരാളാട്ടോ. കാരണം ഈ ഒരു വർഷം ഞാൻ ഓർക്കൂല, എൻ്റെ ജീവിതത്തിൽ അത്രക്കും പൊട്ട വർഷമാണെന്നുള്ളത്. പിന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്, നമുക്ക് ഏതൊരു വർഷം എടുത്താലും നമുക്ക് സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ജോലി സംബന്ധമായിട്ടായിരുന്നേ പ്രശ്നം ഉണ്ടായി. അപ്പം നമുക്കെന്താ സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. അത് രണ്ടും ഇല്ലാത്ത ഒരു വർഷം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ ഇയർ എൻഡ് ആകുമ്പോൾ നമ്മളെന്താക്കും, സങ്കടം മാത്രമല്ലേ നമ്മളെല്ലാപ്പോഴും ഫോക്കസ് ചെയ്യാണ്. എനിക്കിത് പറ്റി, ഇത് കിട്ടിയില്ല എന്നുള്ളത്. സന്തോഷം നടന്നാൽ നമുക്കത് ഹാപ്പി ആയിരിക്കും ആ മൊമെൻറ്റിൽ. പക്ഷെ നമ്മളെപ്പോഴും കൂടുതൽ എനിക്ക് തോന്നുന്ന സന്തോഷത്തിനേക്കാളും നമ്മൾ ഓർത്തിട്ട് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവാൻ സങ്കടമായിരിക്കും. അതെല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണ്. പക്ഷേ ഇയർ എൻഡാകുമ്പോൾ നിങ്ങളൊരു വർഷത്തെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ എന്തെല്ലാം ഈ ഒരു വർഷം നേടിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതിനേക്കാളും കൂടുതൽ നേടിയിട്ടുണ്ടാവാൻ ആ വർഷം തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ സോയ നമ്മളെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റേ ചെയ്യാൻ വന്നപ്പോൾ സോയക്ക് രാവിലെ തന്നെ വീഡിയോ എടുക്കണം തന്നെ. അങ്ങനെ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ സോയ മുടിയെല്ലാം കെട്ടി നല്ല സുന്ദരിയാവുന്നുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്ന ആദ്യം തന്നെ ലിവിങ് റൂമാണ് കേട്ടോ. ടേബിളിൽ കുറേ സാധനങ്ങളുണ്ട്. ഇന്നലെ പർച്ചേസ് ചെയ്ത് കൊണ്ടാകുന്നില്ല, അങ്ങനെ തന്നെ ടേബിളിൽ വെച്ചിട്ട് പോയി കിടക്കുക ചെയ്തത്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് വേഗം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. സമയത്ത് സോയ ബാക്ക് സൈഡിൽ നിന്ന് സോയൻ്റെ ടോയ്സ് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. സോയൻ്റെ കൂടുതൽ വീഡിയോസ് ഉൾപ്പെടുത്താത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് വ്യൂവേഴ്സ് അല്ലെങ്കിലേ കുറവാണ്. ഇപ്പോൾ കിഡ്സിൻ്റെ ഇടുമ്പോൾ അതും കുറയുന്നുണ്ട് എനിക്കൊന്ന്. പിന്നെ കമൻറ്റ് ബോക്സ് ഓഫാണ്, എന്താണെന്നറിയില്ല. എനിക്കൊന്ന് യൂട്യൂബിൽ കിഡ്സിൻ്റെ ഇടുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ആർക്കെല്ലാം അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഞാൻ ഇന്ന് രാവിലെ കോഫി കുടിച്ചതും പിന്നെ അതുപോലെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നേ, അതും വേഗം അവിടെ നിന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. സോയ വീഡിയോൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഗായ്സ് ഞാനിതാ വൃത്തിയാക്കുന്നതാണ്, സ്റ്റൂൾ എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് എന്നുള്ളത്. ഓരോന്ന് പറഞ്ഞിട്ടാണ് ഓൾ വീഡിയോൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതല്ല രസമുണ്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ട്. സോയ നല്ലോണം വൃത്തിയാക്കും, നല്ല അടിപൊളിയായിട്ട് നല്ലോണം ക്ലീൻ ചെയ്യും കേട്ടോ. എന്നെക്കാളെല്ലാം നല്ലോണം സോയ നല്ലോണം ക്ലീൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ സോയാൻ്റെ ടോയ്സിൻ്റെ ആ ഭാഗമെല്ലാം ക്ലീൻ ആക്കുന്നുണ്ട്, എന്നെ അതിൻ്റെ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഷൂ എല്ലാം ഫുള്ള് വൃത്തിയേടാക്കി വെച്ചേ. അപ്പം നമ്മൾ രണ്ടാളും അടികൂടി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വെച്ചോളൂ, നീ മാറിക്കോ. ഇവിടെ ഒരു ഷൂ റാക്ക് ഉണ്ടായിരുന്നേ, മൂപ്പത്തി ക്ലീനാക്കി അതൊരു സൈഡായി. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിക്ക് വെക്കുന്നുണ്ട്. അവിടെ നിന്ന് അടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെയും വരുന്നുണ്ട് ക്ലീനാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് സോയാൻ്റെ അവസ്ഥകൾ. പിന്നെ എല്ലാവർക്കും സ്കൂളെല്ലാം തുറന്നിട്ടുണ്ടാവില്ലേ. സോയാക്കും ഈ മൺഡേ സ്കൂൾ ഓപ്പൺ ചെയ്യും കേട്ടോ. സോയ ഓൺലൈൻ സ്കൂളിംഗ് ആണ് പഠിക്കുന്നത്. ടോയ്സ് എല്ലാം വീണ്ടും സോയ എടുത്തെടുത്ത് വെച്ച് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞ് ക്യാമറ അവിടെ വെച്ചാൽ മതി, ഞാൻ ബാക്കിലോട്ട് വരും, എന്നിട്ടെല്ലാം ക്ലീനാക്കുന്ന വീഡിയോ കാണിക്കണം എന്നുള്ളത്. അങ്ങനെ സോയാൻ്റെ ക്ലീനിങ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. കിടന്നിട്ട് ഫോണ് ചാർജ് ചെയ്യേണ്ടതുകൊണ്ട് സോഫയെല്ലാം നീക്കിയിട്ട് ഒരാൾ മാറ്റി വെച്ചിനെ. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് മാറ്റി വെച്ച് പിന്നെയും ചാർജർ അവിടെ നിന്ന് എടുത്ത് പിന്നെയും വൈകുന്നേരം ആയാൽ പിന്നെയും ചാർജർ സോഫ വീണ്ടും നീക്കിയിട്ട് അവിടെ ചാർജ് ചെയ്യാൻ വെക്കും കേട്ടോ. അങ്ങനെ ഒരാളുണ്ട്. അങ്ങനെ ഞാനിതാ വേഗം ജനൽ തുറന്ന് വെക്കുന്നുണ്ട്. ജനൽ തുറന്നാൽ തന്നെ കുറച്ച് സമാധാനം കിട്ടും, വെളിച്ചം കിട്ടും എന്നുള്ളൊരു ഭയങ്കര ഒരു ഇതല്ലേ. അങ്ങനെ ഞാൻ വേഗം ജനലെല്ലാം ഒന്ന് തുറന്ന് വെച്ച് പിന്നെ ഒന്ന് സോഫയും ക്ലീനാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ സോയോ അതിൻ്റെ ഉള്ളിലൂട്ടിയെല്ലാം വന്നിട്ട് പാവം നല്ലോണം ക്ലീനാക്കുന്നുണ്ട്, അങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നെ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇതും കൂടി ക്ലീൻ ചെയ്താൽ നമ്മളെ ക്ലീനിങ് വീഡിയോ കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ കൂടുതൽ ക്ലീനാക്കി എന്നാലും ഞാനും ഓളും ലാസ്റ്റ് അടിയാവും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ക്ലീനിങ് മാത്രമേ ഉള്ളൂ. ബാക്കി ക്യാമറ ഓഫ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നതാണേ കാണിക്കുള്ളൂ. ക്ലീൻ ചെയ്യുന്ന ഞാൻ വെറുതെ എന്തിനാ നമ്മൾ രണ്ടാളും തമ്മിൽ അടി ഉണ്ടാകുന്നതെന്ന് വിചാരിച്ചിട്ട്.
ഇതിൽ കാണുന്ന റോസ് ഫ്ലവർ എൻ്റെ ഫ്രണ്ട് ഇന്നലെ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അങ്ങനെ ജാനുവരി 1 അവർ വന്നിട്ടുണ്ടായിരുന്നു സർപ്രൈസായിട്ട് ദുബായിൽ നിന്ന്. അപ്പോൾ അങ്ങനെ അവർ കൊണ്ടുതന്ന കേക്കും ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ ഈ ഒരു ഫ്ലവറൊക്കെ. അപ്പോൾ ഇതെൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഇനി ഒന്ന് അടിച്ചു വരേ വേണ്ടുള്ളൂ. പിന്നെ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമ്മൾ അടിയായി, അതാ നൃത്തം. ഞാൻ വെച്ചതെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. ഉടനെ ക്യാമറ മാറ്റി വെച്ചിട്ട് എന്നിട്ട് പിന്നെ അതങ്ങനെ തന്നെ വെക്കും. ഇപ്പോൾ ടീപ്പോയി ഞാൻ ക്ലീൻ ചെയ്യുന്ന കണ്ടില്ലേ. ഇനിയിപ്പോൾ നേരെ പോയത് ബാത്റൂമിലേക്ക് കേട്ടോ. എൻ്റെ ടിഷ്യൂവിൽ ഫുള്ള് വെള്ളമാക്കിയിട്ട് അവിടെ ഫുള്ള് വെള്ളമാക്കിയിട്ട് അത് തുടക്കാൻ തുടങ്ങി കേട്ടോ. അതോടെ ഞാൻ പറഞ്ഞ് വീഡിയോ കഴിഞ്ഞ് ഇന്ന് ഇത് മാത്രമേ ക്ലീനിങ് ഉള്ളൂ എന്ന്. അങ്ങനെ ഇത് അടിച്ചും വാരി കഴിഞ്ഞ് ഇന്നത്തെ ക്ലീനിങ് വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ക്ലീനിങ് ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്യട്ടോ. പിന്നെ ഇനിയും ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ പിന്നെ വേറെ പണി വേറെ തരൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.